ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ, നമ്മൾ ചെറിയ കാര്യമൊന്നുമല്ല പറയാൻ പോണത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ പറയുന്നത് ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത വീഡിയോൻ്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെ ഈ അപകടങ്ങളുണ്ടല്ലോ, അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ മഴക്കാലമായതിൻ്റെ പേരിൽ കുറച്ച് അപകടങ്ങൾ വേറെ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഈ റോഡിലൂടെ നടക്കുന്ന ഈ തെരുവ് നായ്ക്കളും മറ്റ് ഇതൊക്കെ ജീവികളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മുന്നിൽ ചാടുമ്പോൾ ഈ ബൈക്കുകാർ അപകടത്തിൽപ്പെടുന്ന ഒരു സംഭവം. അപ്പം ഞാൻ ഇതേമാതിരിക്ക് നമ്മളെ തൃശ്ശൂരിൽ നിന്ന് അക്കിക്കാവുക്കുള്ള അതുവഴിയുള്ളൊരു റോഡുണ്ടല്ലോ, ആ റോഡിൻ്റെ പേര് ശരിക്കും ഓർമ്മയില്ല. ആ റോഡിലൂടെ ഇങ്ങനെ പോവുകയാണ്. റോട്ടിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് രണ്ടാൾക്കാർ വന്നിട്ട് അത് മറിഞ്ഞു പോകും. എന്താ സംഭവിച്ചാൽ, ഒരു നായ ഓലെ ക്രോസ് ചെയ്ത് ഓടിയതാ. നായ വളരെ കൂളായിട്ട് പോയി, പച്ചപ്പറ്റ രണ്ടാളും വീണു. അപ്പോൾ ആ ആളെ എവിടെയാണ് ഏതാണ് സ്ഥലത്തുള്ളതെന്നൊന്നും നിൽക്കാറില്ല. ഞാനുടനെ വണ്ടി ചവിട്ടി. എന്നാൽ നമ്മൾ ബാക്കിലുള്ള വണ്ടിക്കാരുണ്ടല്ലോ ഒന്ന് ഓടി വരിക എന്നുള്ള അവരെന്താണെന്ന് അറിയില്ല. ഞാനും പേടിച്ചിട്ടാണ് ഞാൻ ആദ്യം പോയിട്ട് ഹെൽമെറ്റ് എടുത്തത്. എന്താ അത് സംഭവിച്ചിരിക്കണമെന്നുള്ളത് നമുക്കും അറിയില്ലല്ലോ. ആളെ എങ്ങനെ എടുക്കണം എന്നൊന്നും അറിയാതെ ആകെ ഇതായി നിൽക്കുന്ന ടൈമാണ്. അപ്പം ഞാൻ ആദ്യം പോയിട്ട് ഹെൽമെറ്റ് പോയി എടുത്തു. ആളെങ്ങാനും നീക്കുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഇല്ല, ആൾ നീക്കണില്ല. അവസാനം ഞാൻ തന്നെ പൊന്തിച്ചു. ആരും വരുന്നു കാണാനില്ല. അവസാനം നമ്മളുള്ള ധൈര്യം വെച്ചുകൊണ്ട് ഞാൻ തന്നെ പൊന്തിച്ചിട്ട് ആളെ നിർത്തി നോക്കുമ്പോൾ അടുത്തുള്ളൊരു ആൾ വന്നിട്ട് ഒരു കുപ്പിവെള്ളം എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഒരു വെള്ളം കൊടുത്താളെ മുമ്പേക്ക് കുറച്ച് വെള്ളം കുടിച്ചോട്ടെ, ഇനി പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനാച്ച ട്രിപ്പ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വണ്ടിയിൽ വെച്ചാൽ കയറ്റി കൊണ്ടുപോകാനും പാകില്ല, കാരണം ലോഡായിട്ട് പോകുന്ന ടൈമാണ്. അപ്പോൾ എന്തായാലും വേറെയുള്ള വണ്ടിക്കാർ വന്നിട്ട് ആളെ കൊണ്ടുപോയിക്കണം. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ, നമ്മൾ ഈ റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. പിന്നെ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പരമാവധി സഹായിക്കാനുള്ള മനസ്സും കാണിക്കുക. അതൊരു നല്ല കാര്യമാണ്. ഈ തെരുവ് നായ്ക്കളെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അയറ്റളെ ജീവിതം കട്ടപ്പോക്കെയാണ്. പലപ്പോഴും നമ്മൾ ഈ വണ്ടിയിട്ടൊക്കെ പോകുമ്പോൾ ചില രാത്രികളിൽ ഈ പെറ്റകളൊക്കെയാണ് ചിലപ്പോൾ നമുക്ക് പണ്ടേ അയറ്റകളോട് നല്ല സ്നേഹമായിരുന്നു എനിക്കൊക്കെ. എന്താ വെച്ചാൽ പണ്ട് നമ്മളടുത്ത് തന്നെ ഉണ്ടായി ഒരാൾ വണ്ടി നിർത്താതെ പോവുക. അപ്പോൾ നമുക്കൊരു വിഷമം തോന്നി. നമ്മളെ കുട്ടികൾക്കാണ് സംഭവിക്കണമെങ്കിലോ ഏത് ജീവികളായാലും ഒരേമാതിരി തന്നെയല്ലേ. എന്നിട്ട് അതിൻ്റെ അമ്മ, അതായത് ഒരു അമ്മപ്പട്ടി വന്നിട്ട് അതിനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു രംഗം നമ്മളെ മനസ്സിൽ കാണുന്നുണ്ടായി. അന്ന് മുതലേ ഈ പട്ടിക്കുട്ടികളോടൊക്കെ ഭയങ്കര സ്നേഹം തോന്നിയ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇതേമാതിരി ഒരു അപകടം പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നാലും പറ്റുള്ള കാണുമ്പോൾ ഞാൻ ചവിട്ടി നിർത്തും. ഞാൻ വണ്ടി ചവിട്ടി നിർത്തിയിട്ടായിട്ട് പോയതിൻ്റെ ശേഷം ഞാൻ പോവുക. അത് നമ്മൾ മനസ്സിൻ്റെ ഇതിലുള്ള ഒരു എന്താ പറയുക, ഞാനത് നേരിട്ട് കണ്ട ഒരു അനുഭവം എൻ്റെ മനസ്സിലിപ്പോഴും ഓർമ്മ ഉണ്ടാകും. ആ ഒരു ഞാനൊരു പമ്പിൽ വർക്ക് ചെയ്യുന്ന ടൈമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ചെറിയൊരു പട്ടിക്കുട്ടിനെ ഒരുത്തം വന്നിട്ട് ഒരു ബൈക്ക് വന്നിട്ട് ഓന് നിർത്തിയ പ്രശ്നമാണ്. ഓൻ ചവിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറങ്ങിയോട് വീഴും. പക്ഷേ എന്തോ അതിനെ തട്ടി നോക്കുമ്പോൾ അത് ആകെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് അതവിടെ നീച്ചോടിപ്പോയി. പിന്നെ അതിൻ്റെ കാലാകെ ഇതായി. അങ്ങനെ അമ്മ പട്ടി വന്നിട്ട് അതിനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് കണ്ടതോട് കൂടിയിട്ട് നമ്മളെ മനസ്സ് ഇതായി പോവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏത് ആൾക്കാരായാലും സഹകരിക്കാൻ നോക്കുക. ഓക്കെ, വീണ്ടും കാണാം.